എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതിയ സങ്കീർത്തനം 40:1 ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒരു സുദീർഘമായ ഒരു പ്രാർത്ഥന തന്നെ നടത്തി, വളരെ കാലം പ്രാർത്ഥിച്ചു. എന്നാൽ അവൾ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. എന്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചില കാര്യങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കാനായി നാം വളരെ ആഗ്രഹിക്കാറുണ്ടോ എങ്കിലും സ്വർഗത്തിൽ നിന്നും ഉത്തരം ലഭിക്കുമ്പോൾ വളരെ നീണ്ടു പോകാറുണ്ട്. അതാണ് ഇവിടെ ദാവീദ് പറഞ്ഞത്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒരു സുദീർഘമായ ഒരു നീണ്ട കാലം ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും തോറും അകലെയായിരുന്ന കർത്താവ് താഴേക്ക് കേട്ട് എന്റെ അരികിലേക്ക് വന്നു. അവൻ അവസാനം എന്റെ പ്രാർത്ഥന കേട്ടു. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ഉത്തരം കിട്ടണമെന്നില്ല. കിട്ടിയാൽ അത് നമ്മുടെ ക്ഷേമത്തിനായിരിക്കുകയില്ല, ചിലപ്പോൾ നമ്മുടെ നാശത്തിനായിരിക്കാം. അതുകൊണ്ടാണ് പ്രിയ സഹോദര സഹോദരി, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ വൈകുന്നത്. അവനറിയാം നാം പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ ദോഷത്തിന് വേണ്ടിയാണോ എന്ന്. ആകയാൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നുവെങ്കിൽ നീ മനസ്സിലാക്കുക, അതിനുള്ള സമയമായിട്ടില്ല, നീ ചോദിക്കുന്നതിനുള്ള സമയമായിട്ടില്ല. ഹല്ലേലൂയ. എന്നാലും നീ സുദീർഘമായി പ്രാർത്ഥിക്കുമ്പോൾ, വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മകൻ സ്വന്തം അപ്പനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പൻ ആദ്യം നിരാകരിച്ചാലും കാലക്രമേണ അവന്റെ സ്നേഹത്തെ പ്രതി, അവന് തന്റെ പുത്രനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു പിതാവ് സ്വന്തം മകന് ചെയ്തു കൊടുക്കുന്ന പോലെ നമ്മുടെ പിതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രിയ സഹോദര സഹോദരി, വിശ്വസിക്കുക. ഒരു പാട്ടില്ലേ: ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഹല്ലേലൂയ. സുദീർഘമായി പ്രാർത്ഥിക്കുക, അവൻ കേൾക്കുക തന്നെ ചെയ്യും. നമ്മുടെ ക്ഷേമത്തിനായി ആ സമയം അനുസരിച്ച് അവിടുന്ന് കേട്ട് നമ്മുടെ ആഗ്രഹം നടത്തി തന്നെ